ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബൂൾ എന്നൊരു ടെലിഗ്രാം ബോട്ടാണ്. ഡോക്കോയിനെ പോലെ തന്നെ സെയിം പ്രോസസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ അടുത്ത് തന്നെ വിഡ്രോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് ആരും മിസ് ചെയ്യരുത്. ഇതുവരെയും കയറാത്തവർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് ഉണ്ടാവും, കയറാം. വേറെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബൈനാൻസ് പോലെ വലിയ വലിയ കമ്പനീസാണ് വിഡ്രോയിലും എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഗൈസ് ഒരു കാരണവശാലും നിരാശ ഉണ്ടാവില്ല, നല്ലൊരു എമൗണ്ട് കിട്ടും. പിന്നെ ഇതിൽ നിന്ന് വളരെ കുറച്ച് തുച്ഛമായ എമൗണ്ട്സാണ് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ വലിയ പണിയൊന്നുമില്ല. പക്ഷേ ഡോക്കോയിനേക്കാളും എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കോയിൻസ് നമുക്ക് സ്റ്റേക്ക് ചെയ്തിടാൻ പറ്റും. അതായത് നമ്മൾ ബാങ്കിലൊക്കെ കൊണ്ടുപോയി പലിശ ഇടില്ല, അതുപോലെ തന്നെ അങ്ങനത്തെ വളരെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ചെയ്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഡോക്കോയിനേക്കാളും മികച്ചൊരു എമൗണ്ട് ഇതിൽ നിന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താൽ നല്ലൊരു എമൗണ്ട് കിട്ടും. ടാസ്കുകൾ എന്ന് പറയുമ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ, അങ്ങനെ ചെറിയ അത്രയും ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ചെയ്താണ് നല്ലൊരു എമൗണ്ട് പോയിൻറ്റ്സ് ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്ന് എത്ര എമൗണ്ട് കിട്ടിയാലും അത് വലിയ എമൗണ്ടാണ് കേസ്. കാരണം വളരെ തുച്ഛമായ എമൗണ്ട്സാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കോയിൻ, അതുപോലെ തന്നെ 20 കോയിൻസ്, അങ്ങനെയൊക്കെയാണ് കോയിൻസ് കിട്ടുന്നത്. അപ്പോൾ കേസ് നമുക്ക് മനസ്സിലാവും നല്ല വാല്യൂ ഉള്ള കോയിൻസാണ്, അതാണ് അത്രയും പിടിച്ച് കോയിൻസ് തരുന്നത്. നമുക്ക് മനസ്സിലാക്കി എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ടെലിഗ്രാം ചാനലിൽ ഞാൻ അറിയിക്കുന്നതാണ്. ഇത് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേസ് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ കേസ് എല്ലാവരും മാക്സിമം കയറി മാക്സിമം ഏൺ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സ്ട്രൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇത് നമുക്കിപ്പോൾ ഏകദേശം നമ്മുടെ മാക്സിമം കോയിൻസ് ഇട്ടാലും നമുക്ക് ഇതിനകത്ത് പറ്റുന്നത് സെലക്ട് ചെയ്യണം കേസ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ അടിയിലിട്ട് പോയാലാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ളൊരു ഇത് കിട്ടുള്ളൂ. അതായത് 5%, അതുപോലെ തന്നെ 3%, അങ്ങനെ 2%, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 1,00,000 പ്ലേയേഴ്സാണ് മൊത്തത്തിൽ ഇതിനകത്തുള്ളത്. അപ്പോൾ കേസ് ആരും മിസ് ചെയ്യേണ്ടിരിക്കും, ഇപ്പോൾ തന്നെ കയറി മാക്സിമം എന്നും ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇത് മിസ് ചെയ്യരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മനസ്സിലാവാത്തവർക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ചെറിയ പ്രൊജക്ട്സ് നിങ്ങൾ പങ്കെടുക്കാണ്ട് വലിയ വലിയ ആപ്പ് സ്റ്റോർ കോമ്പാക്റ്റിനെ പോലത്തെ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ കാര്യമില്ല. കാരണം ആപ്പ് സ്റ്റോർ കോമ്പാക്റ്റിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ കോമ്പാക്റ്റിൻ്റെ ഒരുപാട് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ പിൻവലിച്ചു ഒരു കേസിനൊക്കെ പോകാമെന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ കേസ് അതിനകത്ത് എത്ര സത്യം ഉണ്ടെന്ന് ഒഫീഷ്യലായിട്ടൊരു ന്യൂസും കേട്ടിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കേസ് ഇത് മിസ് ചെയ്യാണ്ടിരിക്കുക, കാരണം വളരെ ഒരു പണിയില്ലാണ്ട് ഡോക്സ് കോയിൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു എമൗണ്ടും, അതുപോലെ തന്നെ അടുത്ത് തന്നെ വിഡ്രോയും കാര്യങ്ങളും, അതുപോലെ തന്നെ അത്യാവശ്യം ടാസ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ കേസ് മിസ് ചെയ്യാണ്ടിരിക്കുക. വളരെ കുറച്ച് കോയിൻസേ ഉള്ളൂ എന്ന് വിചാരിച്ച് ആരും വിട്ട് കളയരുത്, കാരണം ഒരു കോയിന് നല്ല വാല്യൂ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ കേസ് വളരെയധികം ഡോക്കോയിനേക്കാളും പിടിച്ചാണ് ഇതിനകത്ത് കോയിൻ തരുന്നത്. അപ്പോൾ അതനുസരിച്ച് നല്ലൊരു വാല്യൂ ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരുപാട് ടാസ്കുകളും ഉണ്ട്. ടാസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം നമുക്കൊരു എക്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു പോസ്റ്റ് സെൻഡ് ആവും. അപ്പോൾ കേസ് നമുക്കൊരു പോയിൻ്റ് കിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ഓരോ കോയിനും നല്ല വാല്യൂവും, അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്യലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ചാനലും ടെലിഗ്രാം ചാനലുമായിട്ടാണ് കേസ് നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും അറിയിക്കുന്നത്. അപ്പോൾ രണ്ടും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാനും നോക്കുക. കാരണം ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ എല്ലാം മനസ്സിലാക്കി തന്ന് വളരെ ഡീപ്പായിട്ടാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ ഫിനീസിന് എക്സ്ചേഞ്ച് ഒന്നും യൂസ് ചെയ്യാൻ അറിയില്ല. ആ വീഡിയോസൊക്കെ ഞാൻ ചെയ്തപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെ ഒരു ടോൺ പർച്ചേസ് ചെയ്യാം, ഏത് രീതിയിലൊക്കെ പർച്ചേസ് ചെയ്യാം, എന്തൊക്കെ ഇതുണ്ട്, അങ്ങനെ ഫുൾ ഡീപ്പായിട്ടും വളരെയധികം മനസ്സിലാവുന്ന രീതിയിലുമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ കേസ് അതിനനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇതൊരു കാര്യം ഒരു കാരണം വെച്ചാലും മിസ് ചെയ്യാണ്ടിരിക്കുക. വളരെയധികം ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് കോയിൻസും കളക്ട് ചെയ്ത് നല്ലൊരു എമൗണ്ട് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ കേസ് ആരും വെറുതെ കളയാണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ കയറാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കേസ് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ വിഡ്രോവൽ വരെയുള്ള അക്കൗണ്ടിൽ കാശ് തരണമുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലുണ്ടാവും. അപ്പോൾ കേസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കാം. അപ്പോൾ കേസ് എല്ലാവരുടെയും ഡോക്കോയിൻ ഡെപ്പോസിറ്റ് നിന്ന് അവരുടെ ആപ്പിൽ കാണിച്ചിട്ടുണ്ടാവും. കേസ് നിങ്ങളുടെ ബൈബിറ്റോ അല്ലെങ്കിൽ വാലറ്റിലോ ആ കോയിൻസ് കയറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അപ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, വളരെ എളുപ്പമാണ്, പറഞ്ഞുതരാൻ പാകത്തിനൊന്നുമില്ല. അതുപോലെ തന്നെ ടാസ്കുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബ് ചാനൽ അതുപോലെ ടെലിഗ്രാം ചാനലൊക്കെ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ അറിയിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാ ഫുൾ അപ്ഡേറ്റ്സും വിഡ്രോയിലും കാര്യങ്ങളും അല്ലെങ്കിൽ തന്നെ അപ്പോൾ അതുപോലെ തന്നെ ടോക്കോയിൻ്റെ കോയിൻസിന് സ്ട്രൈക്ക് ചെയ്ത് വെക്കണോ അല്ലെങ്കിൽ അതുപോലെ ഫുൾ സെല്ല് ചെയ്യണോ, അതുപോലെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ വരാനിരിക്കുകയാണ്. ബിക്കോസ് ആരും മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടി ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക.
ഡോക്കോയിൻ നിങ്ങൾക്ക് മാക്സിമം എമൗണ്ട് ആക്കി വിഡ്രോവൽ അടിച്ച് അക്കൗണ്ടിൽ കയറ്റണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. കാരണം മാക്സിമം എമൗണ്ട് എത്ര നാളെടുത്താലും മാക്സിമം എമൗണ്ട് അക്കൗണ്ടിൽ കയറാനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രൈക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ഫുൾ അനാലിസിസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ കൂടെ നിൽക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇത് മിസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ കേസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കോയിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കുറച്ച് കോയിൻസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആബ്സ്റ്റർ കോമാറ്റിനെ പോലത്തെ ഒന്നും കോയിൻ ഇതിനകത്ത് കിട്ടില്ല. ആബ്സ്റ്റർ കോമാറ്റിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്നാണ് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ഒരുപാട് ഇൻവെസ്റ്റേഴ്സൊക്കെ പിൻവലിക്കാൻ പോകാമെന്നും അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഈ ന്യൂസ് പറഞ്ഞത്. അപ്പോൾ മിക്കവരും അല്ലെങ്കിൽ ഏകദേശം ഒരു 50% ആൾക്കാരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഞാനൊക്കെ ഏകദേശം എന്താ പറയുക ഒരു മാസത്തോളമായി ആബ്സ്റ്റർ കോമ്പാക്റ്റ് നിർത്തിയിട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ കേസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് ചെയ്യുന്നല്ലാണ്ട് ആബ്സ്റ്റർ കോമ്പാക്റ്റൊക്കെ നിർത്തിയിട്ട് കുറേ നാളായി. വലിയൊരു എമൗണ്ട് അല്ലെങ്കിലും അതിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആദ്യത്തെ 10% ആൾക്കാർക്ക് അവർ കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ നൈസായിട്ട് ഒഴിവാക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ കേസ് നിങ്ങൾ നല്ലൊരു എമൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള അതിനകത്തൊക്കെ കയറാൻ നോക്കുക. ഇതിനകത്ത് നല്ലൊരു എമൗണ്ട് കിട്ടും. അതുപോലെ തന്നെ വിഡ്രോവൽ കൊടുത്തൊളിക്കേണ്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്തൊരു വീഡിയോ വിഡ്രോവൽ സ്പോട്ടിൽ വരാൻ പോണതിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള കേസ് വീഡിയോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.